ഞാൻ അയച്ച രാക്ഷസന് എന്റെ മരണദൂതനെ കൊല്ലാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. തൃണവർദ്ധനെ പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ? എന്ത് കേട്ടില്ലെന്ന്? ഒരു കുട്ടി അവനെ കൊന്നൊന്ന്. ആ ചെറിയ കുഞ്ഞാണ് എന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച എന്റെ മരണദൂതൻ. ആ മടയൻ രാക്ഷസന് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഞാൻ തൃണവർദ്ധനാണ്. എന്റെ മരണദൂതനെ കൊല്ലാൻ നീ വെറും ഒരു താമരയുടെ രൂപമെടുത്താണോ വന്നിരിക്കുന്നത്? നീ എന്തു മണ്ടനായ രാക്ഷസനാണ്? ഞാൻ വെറുമൊരു മണ്ടനായ രാക്ഷസനല്ല കംസരാജാവേ. എന്നിൽ നിന്നാണ് ചുഴലിക്കാറ്റുണ്ടാകുന്നത്. എന്റെ പ്രണാമങ്ങൾ കംസരാജാവേ. എന്റെ മരണദൂതനായ ആ കുഞ്ഞിനെ ചെന്ന് കണ്ടുപിടിക്കേ, എന്നിട്ട് അവനെ കൊല്ലേ. ഏറ്റവും വലിയ ശക്തിമാനാണവൻ. ഞാൻ ഈ അതിശക്തനായ ഈ കുഞ്ഞിനെ ചുഴലിക്കാറ്റിൽപ്പെട്ട മരച്ചില പോലെ തകർത്ത് കളയും. നീ പറഞ്ഞത് ശരിയായിരിക്കാം തൃണവർദ്ധ. നിന്റെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. La 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 la. La 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 la. Na 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 na. Na 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 na. Na 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 na. Na 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 na. ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കൂ കൃഷ്ണ. ഈ മധുരമായ സംഗീതം എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. ഞാനുണ്ടാക്കുന്നത് പാലല്ല പ്രിയപ്പെട്ട മകനെ, പശുവാണ് പാല് തരുന്നത്. ഞാൻ വെണ്ണ കടയുകയാണ്. ഓ, നിനക്ക് പാല് വേണമല്ലേ? എന്റെ തങ്കക്കുടത്തിന് വിശക്കുന്നുണ്ട്. നിനക്ക് ഞാനിപ്പോ വയറു നിറച്ചും പാല് തരാം കേട്ടോ. ഞാൻ ഒരു നിമിഷം കൊണ്ടുവരാം തങ്കക്കുടമേ. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ഓ കൃഷ്ണ, നീ ഒളിച്ചിരിക്കാണെന്നറിയാം. പക്ഷെ നീ പേടിക്കണ്ട സമർത്ഥനായ ഓമനക്കണ്ണ. എന്റെ വെണ്ണക്കലം ഉടച്ചതിന് ഞാൻ നിന്നെ ശിക്ഷിക്കില്ല. കൃഷ്ണ, കൃഷ്ണ, എന്റെ കൃഷ്ണൻ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിരുന്നോ?
കൃഷ്ണ. ഇങ്ങോട്ട് വാ കൃഷ്ണ. ഓ, ഒന്ന് പോകുന്നുണ്ടോ? ഓ ഓ, കൃഷ്ണ. ആ, ശക്തിമാനായ കുഞ്ഞിവിടെ എവിടെയോ ഉണ്ട്. കൃഷ്ണ. കൃഷ്ണ. പിടിച്ചു ഞാൻ. കൃഷ്ണ, എന്റെ തങ്കക്കുടമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികം നിന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന ഈ അമ്മയെ ഇങ്ങനെ നീ പേടിച്ചാലോ? അതെ, ഈ അന്തരീക്ഷത്തിൽ എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നീയും വളരെ അപകടകാരിയാണ്. നിനക്കെന്തെങ്കിലും, പക്ഷെ നിന്നെ ആപത്തിൽപ്പെടാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ നിന്നെ കെട്ടിയിടാൻ പോവുകയാ. അനങ്ങാതിരിക്കണം. ഈ കയറ് കുറച്ചും കൂടെ നീളത്തിൽ മുറിക്കാമായിരുന്നു. ഇത് ധാരാളം മതി. ആ, ഇതിന് കുറച്ചും കൂടെ നീളം കൂട്ടിയേ തീരൂ. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. സ്വതന്ത്രനായിരിക്കാനുള്ള നിന്റെ ആഗ്രഹം എന്നെ ഇതിൽ നിന്ന് തടയുകയാണ് എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. ഇതെങ്ങനെയാണ് നീ? ഇനി നല്ല കുട്ടിയായിരിക്കണം. കരയാൻ പാടില്ല. ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് തിരിച്ചു വരാം. കൃഷ്ണനെ കണ്ടില്ലേ? അവൻ വീണ്ടും രക്ഷപ്പെടുകയാ. അവനതാ കുടുങ്ങിക്കിടക്കുക. യശോദമ്മ പറഞ്ഞാൽ ഇന്ന് അവന് തീർച്ചയായും അടി കിട്ടും. വലുതായിട്ടെന്തോ വീണ ശബ്ദം. എന്റെ ഭഗവാനെ, അത്ഭുത ശക്തികളുടെ ദേവനെ, ഞങ്ങളെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചതിന് വളരെ നന്ദി. കൃഷ്ണ ഭഗവാനെ, ഞാനാണ് നലക്കുവാര. ഇതെന്റെ സഹോദരൻ മണിഗ്രീവൻ. ലൗകിക സുഖ സൗകര്യങ്ങളിൽ അഹങ്കരിച്ച് നടന്നിരുന്ന ഞങ്ങളെ മഹാമുനിയായ നാരദ മഹർഷി
കോപത്താൽ ശപിച്ച് ഈ മരങ്ങളാക്കി മാറ്റി തീർത്തു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സർവേശ്വരനായ അങ്ങേ ഞങ്ങൾ നേരിൽ കാണുമ്പോൾ ബന്ധനത്തിൽ നിന്നും വിമോചിതരാകുമെന്ന്. ആ പ്രവചനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഞങ്ങൾ ഇനി എന്നുമെന്നും അങ്ങയുടെ ഭക്തരായി തന്നെ ജീവിക്കും. ആ കൃഷ്ണ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരായിരിക്കും ഈ വലിയ മരം വീഴ്ത്തിയത്? കൃഷ്ണനാണത് മുറിച്ചിട്ടത്. കൃഷ്ണനോ? അത് അസാധ്യമാണ്. അത് സത്യമാണ്. അവൻ മരങ്ങൾക്കിടയിൽ ഇഴഞ്ഞപ്പോൾ ഉരൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങി. എന്നിട്ടവൻ മുന്നോട്ട് പോയി അങ്ങനെ മരം വീഴ്ത്തി. എന്നിട്ട് രണ്ട് മഹാന്മാരായ മനുഷ്യർ വന്നു. രണ്ട് മഹാന്മാരായ മനുഷ്യർ? അതെ, അവർ കൃഷ്ണനോട് സംസാരിച്ചു. എന്നിട്ട് കൃഷ്ണന്റെ മുന്നിൽ തലകുനിച്ചു. അതിനുശേഷം ആകാശത്തിൽ മറഞ്ഞു. അസാധാരണമായി എന്തെങ്കിലും നടക്കുമ്പോഴൊക്കെ അവിടെ കൃഷ്ണൻ ഉണ്ടായിരിക്കും. ഇവര് പറയുന്നത് ശരിയാണ്. നിങ്ങളുടെ മകന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നന്ദ, ഇവന് പ്രത്യേകതയല്ല, അത്ഭുത ശക്തിയാണുള്ളത്. ശരിയല്ലേ വൃന്ദാവനത്തിന്റെ മാണിക്യമേ? അതെ, അത്ഭുതങ്ങളിൽ അത്ഭുതം. പ്രിയ കൃഷ്ണ, വൃന്ദാവനത്തിൻ കൺമണിയേ, ഈ ധരണിയിൽ അത്ഭുതമേ. പ്രിയ കൃഷ്ണ, വൃന്ദാവനത്തിൻ ഈ ധരണിയിൽ അത്ഭുതമേ. കൃഷ്ണ, നീ എവിടെയായിരുന്നു? എന്റെ പ്രിയപ്പെട്ട കണ്ണൻ വികൃതിയാകാൻ ഇടയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനായ കുഞ്ഞാണ് നീ. വർഷങ്ങളായി ഞാൻ ഭൂമിയിൽ വേരൂന്നിയ ശേഷം എനിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. വളരെ ശരിയാണ് സഹോദര. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഉണ്ണികൃഷ്ണനെ പൂജിച്ചുകൊണ്ടേയിരിക്കും. ഈ കുഞ്ഞ് തികച്ചും കേമൻ തന്നെയാണ്. കംസന്റെ മരണദൂതനായിരിക്കാൻ തക്കവണ്ണം കേമൻ. പ്രിയ കൃഷ്ണ, ഈ വൃന്ദാവനത്തിൻ മുത്തേ നീ, താരകം നീ കൃഷ്ണ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോനെ കൃഷ്ണ, അത് വെറും കാറ്റാണ്. ഈ വൃന്ദാവനത്തിൻ മുത്തേ നീ, താരകം നീ കൃഷ്ണ. ഓ, നിനക്ക് ഭാരം കൂടുകയാണോ അതോ ഞാൻ ക്ഷീണിക്കുകയാണോ? ഹോ, നിനക്കെന്തോ പെട്ടെന്നൊരു ഭാരം. ഞാൻ നിന്നെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വീഴും. ഒന്നും കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണമായിരിക്കും. നീ ഇവിടെ ഇരുന്ന് കളിക്ക്, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ചുഴലിക്കാറ്റ് വരുന്നു.
കൃഷ്ണ അതാ ഞാൻ അന്വേഷിക്കുന്ന മരണദൂതൻ. കൃഷ്ണ കൃഷ്ണ ഉണ്ണിക്കണ്ണനെ തേടാൻ ഞങ്ങളും സഹായിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് വിഷം പുരട്ടിയ പൂതനയുടെ മുലപ്പാൽ കുടിച്ചതിന് ശേഷവും നീ അവളെ കൊന്നു എന്ന്. ശരിയാണോ? അങ്ങനെയെങ്കിൽ നിനക്ക് വിഷം കലർന്ന പാലിനേക്കാളും മാരകമായ ഒന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. നീ അവനെ കണ്ടോ? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. നോക്ക്, കൃഷ്ണ കൃഷ്ണ, മോനെ കൃഷ്ണ കൃഷ്ണ. ഇല്ല, ഞാനിനിയും തുടങ്ങിയിട്ട് പോലുമില്ല. നീ എപ്പോഴെങ്കിലും കൂട്ടിൽ നിന്നും മുട്ട താഴേക്ക് വീണ് പൊട്ടിച്ചു തരുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇനി അധികം താമസിയാതെ ആ സുഖം എന്തെന്ന് നീ അറിയാൻ പോകുകയാണ്. എന്നെ വിടൂ, എന്നെ വിടാൻ. കൃഷ്ണ ഇതെങ്ങനെ സാധ്യമാകുന്നു? ഞാൻ താഴേക്ക് വീഴുകയാണല്ലോ. നീ സുരക്ഷിതനാണ് ഉണ്ണിക്കണ്ണ. മോനെ കൃഷ്ണ കൃഷ്ണ നീ സുരക്ഷിതനാണ് കൃഷ്ണ. രാക്ഷസൻ മരിച്ചുപോയി. ഏയ്, ഇനി ഒന്നും പേടിക്കണ്ട. അവന് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. മോനെ കൃഷ്ണ, നീ ശരിക്കും ഈ ലോകത്തിന്റെ തന്നെ മാണിക്യമാണ്.